നമുക്ക് നാളെ വൈകിട്ടും മറ്റന്നാളും, ഇന്ന് വ്യാഴം, നാളെ വെള്ളി, മറ്റന്നാൾ ശനി. അപ്പം നാളെയും മറ്റന്നാളും ഇതേ സമയത്ത് ഈ പന്തക്കുസ്ത ഒരുക്ക ശുശ്രൂഷയും ആരാധനയും ഉണ്ട്. സാധിക്കുന്നവര് ധ്യാനകേന്ദ്രത്തിൽ തന്നെ വന്ന് സംബന്ധിക്കുക, അല്ലാത്തവർ ഓൺലൈനിൽ കൂടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, പരിചയക്കാർക്ക് ഈ വിവരം കൈമാറണം. കാരണം 2025 ഈ പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങാൻ ഇനി നമുക്ക് 2 ദിവസമേ ഉള്ളൂ. വെറുതെ കളയരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുത്ത് ഓൺലൈനിൽ ലൈവിലൊക്കെ കൂടുന്നവര് ഒരു 50 പേർക്ക്, ഒരു 100 പേർക്ക് എന്ത് ചെയ്യണം? ഈ വിവരം കൈമാറണം. കാരണം ഇത് വിലപ്പെട്ട സമയമാണ്. നിങ്ങൾക്ക് പന്തക്കുസ്തായ്ക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മൗണ്ട് കാർമലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു മിനിസ്ട്രിയോ ഒരു ശുശ്രൂഷയോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചോളുക. അല്ലെങ്കിൽ മൗണ്ട് കാർമലിന്റെ ശുശ്രൂഷകളോട് ചേർന്ന് പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ഇത് ലൈവിൽ ഇന്ന് കൂടുന്നവരും ഇപ്പോൾ ഇവിടെ സംബന്ധിക്കുന്നവരും എല്ലാം ഒരു 50 പേരോട് 100 പേരോട് ഈ വിവരം പറയണം. നിങ്ങളിങ്ങനെ വാട്സപ്പിൽ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്ത് സമയം കളയുന്നവരാണ്. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യും. അവരോട് പറ, പന്തക്കുസ്തായ്ക്ക് അത് വേണമെങ്കിൽ എഴുതി ഷെയർ ചെയ്യും. പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങാൻ 2 ദിവസമേ ഉള്ളൂ, മിസ് ചെയ്യരുത്, നഷ്ടമാവും എന്ന് പറഞ്ഞ് അവരെ പ്രചോദിപ്പിച്ച് പന്തക്കുസ്തായ്ക്ക് വേറൊന്നിനല്ലല്ലോ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. ഇത്തിരി നാണം കെട്ടോ കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. കുറച്ച് നാണം കെട്ടോ ഒരു കുഴപ്പമില്ല. മനസ്സിലായി? ഈ സിസ്റ്ററിന് ഒരു പണിയില്ല, ഇയാൾക്ക് ഒരു പണിയില്ല, ഇയാളല്ല ഫോർവേഡ് അയച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾ കുറ്റം പറഞ്ഞാലും വേണ്ടില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ഇത്തിരി നാണം കെട്ടോ. അപ്പൊ ഒരാള് ഒരു 150 പേരോട്, ഒരു 200 പേരോട് ഷെയർ ചെയ്തോ. അറിയാവുന്നവരെല്ലാം, അത് ജാതി മതമൊന്നും നോക്കണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്തോ. അതാണ് ഒരു കാര്യം. ശനിയാഴ്ച രാത്രി നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ നമുക്ക് പന്തക്കുസ്തായുടെ തലേ രാത്രി ആത്മാവിന് വേണ്ടി ഇവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രാത്രി ജാഗരണ പ്രാർത്ഥനയുണ്ട്. അനേകം ആളുകൾ എല്ലാ വർഷവും വരാറുണ്ട്. ഇത്തവണയും ആ ശുശ്രൂഷയുണ്ട്. താമസ സൗകര്യം ഇല്ല. താമസ സൗകര്യം 100 പേരിൽ താഴെ മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. സിസ്റ്റേഴ്സ് ധ്യാനിക്കുന്നുണ്ട്. ബാക്കി ഉള്ളവർക്ക് നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്നവർ അല്ലെങ്കിൽ രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കിടന്നുറങ്ങാൻ സൗകര്യമൊന്നുമില്ല, ഇരുന്നൊക്കെ ഉറങ്ങാം. ഓരോ അത്തിമര ചുവട്ടിലും ഓരോ മുന്തിരിത്തോപ്പിന്റെ ചുവട്ടിലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് സക്കറിയ പ്രവചിച്ചിട്ടുണ്ട്. ഓരോ മുളയുടെ ചുവട്ടിലും ഓരോ മരത്തിന്റെ ചുവട്ടിലും ഇരുന്ന് വാഗ്ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് ശനിയാഴ്ച രാത്രി ഇവിടെ വരാം. സന്ധ്യ മുതൽ ഇവിടെ ശുശ്രൂഷയുണ്ട്. ഇതുപോലെ ഈ വചന ശുശ്രൂഷ. അത് കഴിഞ്ഞാൽ രാത്രിയിൽ ആരാധന.